മാസ്റ്റർ ഡിജിറ്റൽ എഡ്യൂക്കേഷൻ ആപ്പ് കേരള സിലബസിൽ 8ാം ക്ലാസ് മുതൽ +2 വരെ. ഡൗൺലോഡ് നൗ. നിന്റെ വേദന ഇനി മാറിയില്ലേടാ സുമേഷ്? ആട്ടവമ്മ വേദന മാറാനുള്ള സമയം എപ്പോഴേ കഴിഞ്ഞു. താണ്ടെ വായിരിക്കുന്നു കേൾക്കല്ല കേട്ടോ. ഒരു കാര്യമില്ല എന്നെ കുറിച്ച് ഇടിച്ചിട്ട്. ഇവിടെ ഞാൻ അറിയാതെ എന്റെ മീനിനെ പിടിച്ച് വിൽക്കാൻ വേണ്ടി നോക്കിയാൽ പിന്നെ കുഞ്ഞിച്ചെടുത്ത് ഇടിക്കൂലേ? ചേട്ടന്റെ മീനോ? ചേട്ടത്തിക്ക് വേണ്ടിയില്ലേ ചേട്ടൻ ആ ബിസിനസ് തുടങ്ങിയത്? തുടങ്ങിയത് അവർക്ക് വേണ്ടി തന്നെ എന്ന് പറഞ്ഞാൽ ഒരാഴ്ച കഴിഞ്ഞപ്പോഴത്തേക്ക് അവൾക്ക് അതിനോടുള്ള ഇൻട്രസ്റ്റ് പോയി. പിന്നെ മീനിന്റെ കൈ വളരുന്നോ കാല് വളരുന്നോ എന്ന് നോക്കി വളർത്തി വലുതാക്കിയത് ഞാനാണ്. അതിന്റെ ആശയ്ക്ക് ഒരാഴ്ച കൂടുതൽ ഒരു കാര്യത്തിലും ഇൻട്രസ്റ്റ് ഇല്ലല്ലോ. ശരി, സമ്മതിച്ച്. ചേട്ടൻ തന്നെ വളർത്തിയ മീനാ. ഒരാവശ്യം വരുമ്പോൾ അതിനൊക്കെ പിടിച്ച് വിൽക്കാൻ പറ്റില്ല. പിന്നെ എന്തിനാ മീൻ വളർത്തുന്നത്? എടാ അതിന് വളരാനുണ്ടടാ. പിന്നല്ലാതെ പൂർണ്ണ വളർച്ച എത്താതെ മീനെ പിടിച്ച് വിൽക്കാൻ പറ്റത്തില്ലടാ സുമേഷ്. പൂർണ്ണ വളർച്ച എത്താതെ മീനെ മേടിക്കാൻ ആൾക്കാരുണ്ടാവും. ഞാൻ ഒരു ഹോട്ടലുകാരെ വിളിച്ച് വെച്ചതേ ഉള്ളായിരുന്നു. എടാ ചെറുക്ക, ഞാൻ ഒരാളെ പറഞ്ഞ് സെറ്റാക്കി വെച്ചേക്കാണ്. അയാൾ ഒന്ന് ചോദിക്കുമ്പോൾ ഞാൻ എന്തോന്ന് എടുത്തിട്ട് കൊടുക്കും. എന്റെ ചേട്ടത്തിന്റെ വീടിന്റെ പ്രശ്നം ചേട്ടൻ സഹകരിച്ചേ പറ്റും. എടാ പൈസ ഞാൻ കൊടുക്കാന്ന് പറഞ്ഞില്ലടാ. ചേട്ടൻ അത് മനഃപൂർവ്വം ഡിലാക്കുന്ന എനിക്ക് നല്ലോണം ചേട്ടൻ എനിക്കറിയാം. സുമേഷ് അവൻ പൈസ കൊടുക്കാന്ന് പറഞ്ഞില്ല. അവൻ പറഞ്ഞാൽ കൊടുക്കും. എടാ ഉത്തമ, ഇനി അധികം താമസിക്കണ്ട. ആശയ്ക്ക് വീട്ടിന് വേണ്ടി കൊടുക്കാന്ന് പറഞ്ഞ പൈസ നീ കൊടുത്തേര്. അമ്മ കൊടുക്കാന്ന് പറഞ്ഞില്ലേ? താമസിക്കണ്ടെന്നേ ഇനി. ഇല്ലാന്ന് ഞാൻ അറിയാതെ എന്റെ മീനെങ്ങാനും പിടിച്ച് വിൽക്കാനെങ്ങാനും നോക്കിയാ ഇവിടെ എന്താണ് നടക്കണമെന്ന് എനിക്ക് വല്ല അറിഞ്ഞൂടാ. ചേട്ടന്റെ മീൻ വേണ്ട. ഇതിനകത്ത് പാതി ഷെയർ അച്ഛനും കൂടി ഇട്ടിട്ടുണ്ടല്ലോ. ഞാൻ അച്ഛനെടുത്ത് പോയി ചോദിച്ചോളാം. അതുശേ പാതി ഷെയർ അച്ഛനും കൂടി ഇട്ടിട്ടുണ്ടല്ലോ. ഞാൻ അച്ഛൻ്റെ അടുത്ത് പോയി ചോദിച്ചോളാം. ചെന്ന് ചോദിച്ചോട്. 15 രൂപ ചോദിച്ചപ്പോഴത്തേക്ക് 15% പലിശ ചോദിച്ചാണ് നിന്റെ അച്ഛൻ. അത് ചേട്ടൻ്റെ അടുത്തല്ലേ? ഞാൻ പറഞ്ഞ അച്ഛൻ കേൾക്കും. എടാ നീ പോയി ചോദിക്കടാ. നിന്റെ സ്വന്തം അച്ഛനല്ലേ നീ ചോദിക്കും. നീ ചോദിച്ചാ കിട്ടിയിരിക്കും. അച്ഛനെ അങ്ങനെ എല്ലാവരും കൂടെ കൊച്ചാക്കൊന്നും വേണ്ട. എനിക്ക് നല്ലോണം അറിയാം അച്ഛനടുത്ത് പോയി ചോദിച്ച് കാര്യങ്ങൾ നടത്താൻ. ചേട്ടൻ ചോദിച്ചപ്പോൾ ചേട്ടൻ അതിലല്ലേ കൂടായി പറക്കിയിട്ട്. എന്തൊരു സ്വഭാവം ഇത്? മനുഷ്യനെ മുതു പിടിച്ച് കലക്കിയിട്ട് എന്തെങ്കിലും ആവശ്യം വരുമ്പോൾ മീൻ ചോദിക്കും തരത്തൂല്ലേ? ഞാൻ ഇരിക്കുകയും ചെയ്യും എല്ലാം ചെയ്യും. എടി ഭയങ്കരി ഞാൻ ആലോചിക്കായിരുന്നേ, എൻ്റെ കയ്യിൽ കുറേ കാശുണ്ടായിരുന്നെങ്കിലേ കുറച്ച് കാശ് ചേച്ചിക്ക് കൊടുത്ത് ആ ജപ്തിന്ന് രക്ഷിച്ച് ഹീറോ ആയിരുന്നല്ലേ. ശരിയാ. അതിനാദ്യം ഉണ്ടല്ലോ സസ്പെൻഷന് മേളിൽ സസ്പെൻഷൻ വാങ്ങിക്കുന്ന നിർത്തണം. ഒപ്പം കുറേ കാശ് വന്ന് ഹീറോ ആകാം. ശരിയാടി, കാശുണ്ടെങ്കിലേ ഹീറോ ആവാൻ പറ്റൂല്ലേ. എൻ്റെ ശിവേട്ട, നിങ്ങൾ ആദ്യം ഒരു ജോലിക്ക് പോകും. അപ്പം ഞാൻ തന്നെ എൻ്റെ വാഗോണ്ട് നിങ്ങളെ ഹീറോ എന്ന് വിളിക്കാം. ഉറപ്പാണോ? ഉറപ്പ്. എന്നാ നമുക്ക് ലെസാഗോ ആപ്പിന്റെ ഫ്രാഞ്ചൈസി തുടങ്ങിയാലോ? ഇതാ കിടക്കുന്നു. എന്ത് എന്തോന്നാ അത്? എടി എന്റെ കൂട്ടുകാരൻ പറഞ്ഞ ഐഡിയ ആണ്, വരുമാനം ഉണ്ടാക്കാൻ പറ്റുന്ന സെറ്റപ്പാണെന്ന്. എൻ്റെ ശിവേട്ട, എന്തോരോ ആപ്പുകളും ഇവിടെ കോഴ്സുകൾ നടത്തുന്ന സെന്ററും ഉണ്ടെന്ന് അറിയാവോ? അതിൻ്റെ ഇടയ്ക്ക് കൊണ്ടുവന്ന് ഒരു ആപ്പിന്റെ ഫ്രാഞ്ചൈസി തുടങ്ങുന്ന മൊണ്ടത്തരം ഒന്നും കാണിക്കല്ലേ. അയ്യോ, ഇത് സാധാ ആപ്പ് പോലെ അല്ലടി. കുറച്ച് സമയം കൊണ്ട് ആൾക്കാർക്ക് ബേസ് മുതൽ പഠിപ്പിച്ച് ജോലി സെറ്റാക്കി കൊടുക്കും. അപ്പം നമുക്ക് വരുമാനവുമായി, പിന്നെ ആൾക്കാർക്ക് ജോലി വാങ്ങിച്ചു കൊടുത്ത് എന്റെ മനസ്സുഖമായി. ഇത് തന്നെ എല്ലാ ആപ്പുകാരും പറയാറുള്ളത് ശിവേട്ടാ. അയ്യോ, ഇത് അതുപോലെ അല്ലടി പെണ്ണേ. എടി നിനക്കറിയാമോ, ഒരു ബേസും ഇല്ലായിരുന്ന മേരി ജോൺ എന്ന് പറഞ്ഞൊരു കൊച്ച് ലെസാഗോ ആപ്പ് വെച്ച് മാത്രം പഠിച്ചാണ് ജോലി വാങ്ങിച്ചത്. അത് മാത്രമല്ല, എന്റെ ബ്രാൻഡ് അംബാസഡർ ആരാന്ന് നിനക്കറിയാമോ? എനിക്ക് എങ്ങനെ അറിയുന്ന ശിവേട്ടാ? എനിക്കറിയോ എന്ന് ചോദിച്ചോണ്ടിരുന്ന ഞാൻ പറയട്ടെ. പറ. സാക്ഷാൽ മഞ്ജു വാര്യർ. മഞ്ജു ചേച്ചി ലെസാഗോ ആപ്പിന്റെ ബ്രാൻഡ് അംബാസഡർ ആണെങ്കിൽ എന്തെങ്കിലും പ്രത്യേക ആപ്പിന് കാണൂലേ? അത് കാണും. അല്ല, ശിവേട്ടൻ ഇപ്പൊ ഓടിച്ചെന്ന് ചോദിച്ച ഉടനെ അവര് ഫ്രാഞ്ചൈസി എടുത്ത് തരാൻ വേണ്ടി ഇരിക്കുവാണോ? അപ്പം അല്ല, അത് ആദ്യം ഫ്രാഞ്ചൈസി സെലക്ഷനിൽ രജിസ്റ്റർ ചെയ്യണം. lesagoapp.in. എനിക്ക് സെലക്ഷൻ കിട്ടും, ഉറപ്പ്. സെലക്ഷൻ കിട്ടിയെന്നിരിക്കട്ടെ, ഈ ഫ്രാഞ്ചൈസി തുടങ്ങാനും വേണ്ടേ കാശ്? അത് ഞാൻ മാമനോട് ചോദിക്കും. അടിപൊളി. ചിരിക്കുന്നത് എന്ത്? മാമൻ അളിയന്റെ അടുത്ത് പലിശയൊക്കെ ചോദിച്ചെന്നുള്ള ശരിയാണ്, 15% പലിശ അങ്ങനെ കണ്ട്. പക്ഷെ എന്റെ അടുത്ത് ചോദിക്കൂല. എന്താ? എന്റെ അടുത്ത് മാമന് പ്രത്യേക ഒരു വാത്സല്യം ഉണ്ട്, അതുകൊണ്ട് തന്നെ. ശരിയാ. പിന്നെ അത് മാത്രമല്ല, മാമന് വയ്യായിരുന്നപ്പോഴേ ഞാൻ മാത്രമേ കൂടെ ഉണ്ടായിരുന്നുള്ളൂ. എക്സാക്ട്ലി. ഓടിച്ചെന്ന് ചോദിക്കും, ഇപ്പൊ എടുത്ത് തരും. ഇത് നീ ഒന്ന് ആക്കി സംസാരിക്കുന്നത്. ഞാൻ ചോദിക്കുകയും ചെയ്യും, മാമൻ തരാൻ ചെയ്യും. ഓൾ ദ ബെസ്റ്റ്. കാണാമല്ലോ. എന്ത്? ഒന്നുമില്ല, ഞാൻ കാണിച്ചു തരാം. വാങ്ങിക്കും. ഒരു സെക്കൻഡ് ഒന്ന് കയറും. ദീനയിൽ കട്ടറ ഒറ്റയ്ക്കാന്ന് വെച്ചാൽ ഞാൻ നിനക്ക് മാമനടുത്ത് ചോദിച്ച് കാശ് വാങ്ങിക്കാൻ കാണിച്ചു തരാമേ. ഇപ്പൊ എങ്ങനെയുണ്ട് അച്ഛാ? അച്ഛന് ശരിക്കും വയ്യ നീ പറഞ്ഞു? ഇപ്പൊ കുഴപ്പമില്ല മോളെ. അച്ഛന് വയ്യെന്ന് അറിഞ്ഞപ്പോഴേ ചേട്ടത്തെ ടെൻഷൻ ഒന്നും കാണാമായിരുന്നു, മറ്റേ അടവറക്കില്ലായിരുന്നു. അങ്ങനെയല്ലടാ, എനിക്ക് ഈ അച്ഛനും എന്റെ അച്ഛനും തമ്മിൽ എന്തെങ്കിലും വ്യത്യാസം ഉണ്ടോ? അത് പിന്നെ എനിക്കറിയാൻ മോളെ, നീ സ്നേഹമുള്ള കൊച്ചാണ്. പക്ഷെ ഇവനുണ്ടല്ലോ, ഇവൻ അവന്റെ ചേട്ടനുമായിട്ട് ചേർന്ന് എന്നെ ആശുപത്രി പോലും പോകാൻ സമ്മതിക്കാതെ പിടിച്ചു വെച്ചവനാണ്. സോറി അച്ഛാ, അത് ഞാൻ ചേട്ടത്തി പോകാതിരിക്കാൻ വേണ്ടി അപ്പോഴത്തെ ഒരു മാനസികാവസ്ഥയിൽ ചെയ്തു പോയില്ലേ. നമുക്കതൊക്കെ മറക്കാച്ചാ, വിട്ടുകളാ. എനിക്കിപ്പോ എന്റെ വീട് ജപ്തി ചെയ്ത് പോകുന്ന കാര്യം മാത്രമേ എന്റെ തലയിലുള്ളൂ. അയ്യോ, അതിന് ഉത്തമ പൈസ തരാന്ന് പറഞ്ഞില്ലേ? എവിടുന്ന്? അതൊന്നും നടപടിയാവുന്ന കേസൊന്നും അല്ലത്.
അച്ഛൻ ഞാൻ പിച്ച വെച്ച് നടന്ന വീടാ അച്ഛ, അത് അച്ഛൻ അറിയോ? ഇപ്പൊ അറിഞ്ഞ് നോക്ക് പിച്ച് വെച്ച് നടന്ന കാര്യങ്ങളൊക്കെ നല്ല ഓർമ്മയുണ്ടല്ലേ? അത്ര ഓർമ്മയില്ല, ഒരു പുക പോലൊരു ഓർമ്മ. പക്ഷെ അന്ന് ഞാൻ ഓർക്കുന്നുണ്ടോ, നാളെ ഒരു ദിവസം ലല്ലു ചേട്ടൻ ഇതിന്റെ ആധാരം കൊണ്ട് പണയം വെക്കുന്നു, ഞങ്ങളൊക്കെ കൂടെ വഴിയിലേക്ക് ഇറങ്ങേണ്ടി വരുന്നു. അതൊന്നും ചിന്തിക്കാൻ പറ്റുന്ന പ്രായമായിരുന്നില്ലല്ലോ ചേട്ടൻ. തന്നെയല്ല അച്ഛാ, പിച്ച വെച്ച് നടന്ന മാത്രമല്ല, എന്റെ എന്തൊക്കെ ഓർമ്മകളാ വീട്ടിലുള്ളത്. ഇനി അച്ഛൻ വിചാരിച്ചാലേ ആ വീട് ജപ്തി ആയിരിക്കാൻ പറ്റൂ. ഞാനെന്ത് വിചാരിക്കാനാ? അച്ഛൻ ഒന്നും വിചാരിക്കൊന്നും വേണ്ട, ജസ്റ്റ് ഒന്ന് സമ്മതം മൂളിയാൽ മതി. എന്തൊരു സമ്മതം മൂളാൻ? അച്ഛൻ നമ്മുടെ മീൻകുളത്തിലെ മീനിന്റെ പകുതി ഷെയർ അച്ഛന്റെ ആണല്ലോ, ഞങ്ങളൊന്ന് വിൽക്കാൻ അച്ഛൻ സമ്മതിച്ചാൽ മതി. അയ്യോ അതൊന്നും ശരിയാവൂല. അച്ഛന്റെ പൈസ ഇല്ലാത്തോണ്ടല്ലേ അച്ഛൻ ചേട്ടത്തെ സഹായിക്കാത്തത്. നീ വിറ്റ് കിട്ടുമ്പോ കാശ് കിട്ടുമല്ലോ. അതെങ്ങനെ ശരിയാവൂടെ? അച്ഛ പ്ലീസ് അച്ഛാ, ഉത്തോണ്ട് സമ്മതിക്കാത്തോണ്ടല്ലേ. അച്ഛന്റെ പൈസ എത്ര കാലം കഴിഞ്ഞിട്ടാണെങ്കിലും ഞാൻ തന്നു തീർക്കും. അമ്മയും ചേട്ടനും പറഞ്ഞ പോലെ എല്ലാ കാര്യങ്ങളും അച്ഛൻ തെളിയിക്കണം അച്ഛാ. അവരെന്തോന്ന് പറഞ്ഞു? ഞാൻ അച്ഛൻ്റെ അടുത്ത് ചോദിക്കാൻ പോകുന്ന പറഞ്ഞപ്പോഴേ അവർ രണ്ടുപേരുടെ പൊട്ടിച്ചിരിച്ചു. അച്ഛൻ അർത്ഥ കൈക്ക് ഉപ്പ് തേക്കല്ല, ആരെ ഒന്നിനും സഹായിക്കാലെന്ന് അവരുടെ വിചാരം. ഓ അത് ശരി, അവരപ്പോ ചിരിച്ചല്ലേ? ചിരിച്ച രണ്ട് ചിരിച്ചു. അവര് പറഞ്ഞത് ശരിയല്ലെന്ന് നമ്മൾ തെളിയിക്കണം അച്ഛാ. മീൻ വിക്കട്ടോ അച്ഛാ? ഞാൻ ഒന്ന് ആലോചിക്കട്ടെ. ഇനി എന്തിനാ ആലോചിക്കുന്ന, വാശിപ്പുറത്ത് അങ്ങ് സമ്മതിക്കച്ചാ. അല്ല അങ്ങനെ ശരിയാവില്ല, എനിക്കൊന്നുകൂടെ ഒന്ന് ആലോചിക്കാനുണ്ട്. ഞാൻ ആലോചിച്ചിട്ട് പറയാം. നടക്കൂ. എനിക്കറിയത്തില്ല മാമ, മാമനെ ഞാൻ തപ്പി അടക്കായിരുന്നു മാമ. തപ്പി അടക്കാൻ ഞാൻ എന്തോടെ കാണാത്ത വസ്തുവാ? നീ വന്ന കാര്യം പറ. ഇല്ല, വെറുതെ ഒന്ന് മിണ്ടി പറഞ്ഞൊക്കെ ഇരിക്കാന്ന് വിചാരിച്ചു. അങ്ങനെ നീ ഇപ്പൊ വെറുതെ മിണ്ടിയും പറഞ്ഞിരിക്കണം. അങ്ങോട്ട് ചെല്ല്, എനിക്ക് സംസാരിക്കാൻ പറ്റിയ മൂഡിലൊന്നുമല്ല. എന്തോ മാമ ഇങ്ങനെയൊക്കെ പറയുന്നത്? എടേ എനിക്ക് വേറെ കുറച്ച് കാര്യങ്ങളൊക്കെ ആലോചിക്കട്ടെ, നീ പോയേ. മാമ ചുമ്മാ ചുമ്മാ ഡിസ്റ്റർബ് ചെയ്യാതെ പോ. ചുമ്മാ ജാട ഇരാതെന്ന്, എനിക്ക് കുറച്ച് അത്യാവശ്യ കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ട്. എന്തോന്ന് കാര്യം പറ. അത് പിന്നെ വളച്ചിട്ടില്ലാതെ ഞാൻ കാര്യം പറയാം. ആ മാമ വയ്യാതെ നടന്നപ്പോഴത്തേക്ക് ആശുപത്രി കൊണ്ടുപോയത് ഞാനാണേ, അത് മറക്കരുത്. ഇങ്ങനെയാണേ വളച്ചിട്ടില്ല സംസാരിക്കുന്നത്. സോറി മാമ, അറിയാതെ വളച്ചിട്ടിപ്പോ, ഇനി പറയൂല. ഡേയ് നേരെ ചുമ്മാ കാര്യം എന്താന്ന് വെച്ചാൽ തുറന്ന് പറ. മാമ എനിക്കൊരു ഫ്രാഞ്ചൈസി ബിസിനസ് തുടങ്ങണം, കുറച്ച് കാശ് വേണം, അതിന് മാമ എന്നെ സഹായിക്കണം. ചേട്ടാ ഇതെല്ലാം കൂടെ എന്റെ തലമണ്ടലാണല്ലോ വന്ന് വീഴുന്നത്. മാമൻ ഇവിടെ എൻ്റെ അടുത്ത് കുറച്ച് വാത്സല്യമൊക്കെ ഉണ്ടെന്ന് എല്ലാവർക്കും അറിയാം മാമ. അയ്യടാ എനിക്ക് നിന്റെ അടുത്ത് ഒരു വാത്സല്യമില്ല. എന്തോ മാമ ഇങ്ങനെ ചങ്കി കുത്തന്നെ വർത്താനൊന്നും പറയല്ലേ. പോടെ അവിടെ നീ ചുമ്മാ. ആമാ അപ്പവാ എന്തായി ആലോചിച്ചാ മീൻ വെക്കണ കാര്യം? ആ മക്കൾ ഇങ്ങോട്ട് വന്നേ. എന്നാ എന്റെ കഴുത്ത് ചരിച്ച് അങ്ങോട്ട് കൊല്ല്. എടി പെണ്ണ, നിനക്ക് കണ്ടൂടെ ഞങ്ങൾ ഇവിടെ വേറെ അത്യാവശ്യ കാര്യം സംസാരിച്ചോണ്ടിരിക്കുന്നത്? എന്നെ അമ്മയെ പറഞ്ഞേച്ചത് അപ്പൂപ്പന്റെ ചോദിക്കാൻ, ഞാൻ ഇപ്പൊ ചോദിച്ചിട്ടങ്ങ് വെക്കോ. പോ. ആ വരുന്നുണ്ട് അടുത്തവൻ. അച്ഛാ ആശയ്ക്ക് മീൻ കൊടുക്കാന്ന് പറഞ്ഞ വിൽക്കാൻ. അത് നീ എന്തിന്റെ അറിയുന്നത്? എടാ എന്റെ കുളത്തിലെ മീൻ ഞാൻ എനിക്ക് ഇഷ്ടമുള്ളവർക്ക് വിൽക്കും. അച്ഛാ പിശുക്ക് തരം കാണിക്കുമ്പോൾ എല്ലായിടത്തും ഒരുപോലെ കാണിക്കണം. പിശുക്ക് തരത്തിൽ പക്ഷാഭേദം കാണിക്കരുതെന്ന്. ഞാൻ പൈസ ചോദിച്ചപ്പോഴത്തേക്ക് അച്ഛൻ 15% പലിശ ചോദിച്ചിട്ട് അവർക്ക് മീൻ വിൽക്കാൻ വേണ്ടി മീൻ കൊടുക്കാന്ന് പറഞ്ഞാൽ ശരിയാണോ? അവക്കുള്ള പൈസ ഞാൻ കൊടുത്തോളാന്ന്. ഡേയ് എൻ്റെ അടുത്ത് പൈസ ചോദിക്കുന്ന കാര്യം പറഞ്ഞപ്പോൾ നീ ലളിതയും കൂടെ അവിടെ നിന്ന് കക്കാന്ന് ചിരിച്ചില്ലേ? 4 വട്ടം കാണിച്ചു തരാം കേട്ടാ. ഡി മോളെ നീ ചെന്ന് നിന്റെ അമ്മയുടെ അടുത്ത് പറ അപ്പ മീൻ വിൽക്കാൻ സമ്മതിച്ചെന്ന്. ഓക്കെ അപ്പൂപ്പ. ആ ഓഹോ അത് ശരി. ഇത് പ്രശ്നമോ? എന്ത് പ്രശ്നം? അപ്പം മാമ എന്റെ ഫ്രാഞ്ചൈസിയുടെ കാര്യം ഓടാ അവിടുന്ന്. മാമ പറഞ്ഞിട്ട് പോ മാമ. ഫ്രഞ്ച് കിസ്സ. ഫ്രാഞ്ചൈസാ മനുഷ്യ, ഫ്രാഞ്ചൈസിന്ന് കേട്ടിട്ടില്ല ഇതുവരെ? നിനക്ക് എന്തെങ്കിലും ഫ്രാഞ്ചൈസി? അപ്പം ആ ഒരു ബിസിനസ് തുടങ്ങാൻ വേണ്ടിയിട്ട്. എന്ത് അമ്മ പേടിക്കണ്ട, അമ്മ അപ്പൻ സമ്മതിക്കും. എനിക്ക് ഡൗട്ടുണ്ട്, കാരണം നമ്മൾ പൈസയുടെ കാര്യം ചെന്ന് ചോദിച്ചപ്പോ അപ്പന് ഗ്യാസ് കയറിയെന്ന് പറഞ്ഞ അടവ് കാണിച്ച ഓർമ്മ വേണ്ട. ഒന്ന് നെഗറ്റീവ് അടിക്കാതിരിക്കടാ എന്റെ ശംഭു. നീ ഒന്ന് എന്റെ മനസ്സിൽ തോന്നിയത് പറഞ്ഞേ ഉള്ളൂ, ഒന്നും തോന്നല്ലേ അമ്മ. അപ്പൂപ്പന്റെ കാര്യം ആയതുകൊണ്ടാണ്. പക്ഷേ ഇത്തവണ എനിക്ക് പ്രതീക്ഷയുണ്ട്. കാര്യം നമ്മള് ഉത്തോണ്ടനും അമ്മയും ചിരിച്ച കാര്യം പറഞ്ഞില്ലേ, അവരുടെ മുന്നിൽ ഷോ കാണിക്കാനെങ്കിലും അച്ഛൻ തരേണ്ടതാണ്. അതാണ് നമ്മുടെ തുറുപ്പിച്ചിട്ട്. ഇന്നാളൊരു ദിവസം ഈ വാക്കിൽ നിന്ന് ഞാൻ ജസ്റ്റ് എസ്കേപ്പ് ആയിരുന്നു ഇവന്റെ അടുത്തുനിന്ന്. നിനക്ക് വേറെ ഒരു വാക്കും പറയാൻ കണ്ടില്ല? മക്കൾക്ക് തുറുപ്പിച്ചിട്ട് എന്താന്ന് പറഞ്ഞു തരാൻ പറ്റിയൊരു മൂഡിലല്ലടാ അമ്മായി. അമ്മായിയുടെ വീട് ഇപ്പൊ ജപ്തിയായി പോടാ. അതാ കിടക്കുന്നു. അതെ സുമേഷ് അമ്മ സൗകര്യം പോലെ മക്കൾക്ക് പിന്നെ പറഞ്ഞുതരാം. ഇപ്പൊ ഓരോന്ന് പറഞ്ഞ അമ്മായി പ്രാന്ത് പിടിപ്പിക്കണ്ട കേട്ടോ. അമ്മ അപ്പോ മീൻ വെക്കാൻ സമ്മതിച്ചു. പറഞ്ഞില്ലേ അപ്പൂപ്പ സമ്മതിക്കുമെന്ന്? ചേട്ടാ ഇവിടെ കിടന്ന് നെഗറ്റീവ് അടിച്ചോണ്ടിരുന്ന ആളാ നീ. പോടിയോ അവിടുന്ന് വലിയ പോസിറ്റീവ് ആയി. എടി ആൾക്കാരെ സംസാരിച്ചോണ്ടിരിക്കുന്നത് നീ ഒളിഞ്ഞു കേട്ടിട്ട് അവരെ തമ്മിൽ അടുപ്പിക്കുന്നവളല്ലേടി നീ. ചേട്ടാ പിന്നെ ഇതെന്തോ പിള്ളേരെ ഇത്? ഒരു നല്ല കാര്യം കേട്ടപ്പോഴാണോ വഴക്കുണ്ടാക്കുന്നേ? ഞാനല്ലല്ലോ അമ്മ, ഈ ശമ്പുച്ചേട്ടനല്ലേ. ഒന്ന് മതി ആക്കി രണ്ടെണ്ണം കൂടെ. ചേട്ടത്തി ഞാൻ പോയി ഹോട്ടലിൽ വിളിക്കട്ടെ. ജപ്തിയോ? ജപ്തി എന്ന് പറഞ്ഞാല് നിനക്ക് ജിലേബി എന്താണെന്നറിയോ?
ആ ജിലേബി പോലെ നല്ല ചുമന്നിരിക്കുന്ന സാധനമാണ് ജപ്തി. നമ്മൾ വീടിന്റെ ആധാരം വെച്ചാലേ ഇത് കിട്ടൂ. മനസ്സിലായോ? മനസ്സിലായി. ബാക്കി നിങ്ങൾ പറഞ്ഞു കൊടുക്കട്ടോ. ചക്കര അയ്യോ എടാ പറഞ്ഞു കൊടുക്കടാ. ലളിതേ, ഇടി എന്റെ മീൻ വിൽക്കാൻ അനുവാദം ചോദിക്കുന്ന കാര്യം ആ സുമേഷ് നിന്റെ അടുത്ത് വന്ന് പറഞ്ഞപ്പോ നീ എന്തിനാണ് കിടന്ന് വാ പൊളിച്ച് ചിരിച്ചത്? എങ്ങനെ ചിരിക്കാതിരിക്കും? ഞാൻ ചോദിച്ചാ എന്റെ അച്ഛൻ എനിക്ക് അനുവാദം തരൂന്നും പറഞ്ഞുള്ള അവന്റെ ചാട്ടവും ബഹളം ഒന്ന് കാണേണ്ടതാ. എന്താ നീ കേട്ടോ, ഞാൻ അനുവാദം കൊടുത്തു, മീൻ വിറ്റോളാം, ഞാൻ സമ്മതിച്ചു. പിന്നെ ഇത്തിരി പുളിക്കും ഉള്ളതാടി, നിനക്കെന്താ വിശ്വാസം വരുന്നില്ലേ? അമ്മയാണ് സത്യം. ഉള്ളതാണോ? നീ ഞെട്ടിയോ? ഇല്ല. നീ ഞെട്ടടി, നീ ഞെട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ സമ്മതം കൊടുത്തത്. അല്ല, പിള്ളേരെ സഹായിക്കാനല്ല ചെയ്തത്. അല്ല, പിള്ളേരെ സഹായിക്കാൻ വേണ്ടിയിട്ടാണ്. പക്ഷെ പ്രധാനമായിട്ട് നീ ഞെട്ടണമെന്ന ഉദ്ദേശം കൂടെ എനിക്കുണ്ടായിരുന്നു. മാമ മാമ, ചേച്ചിക്ക് മീൻ പിടിച്ച് വിൽക്കാൻ അനുവാദം കൊടുത്ത സ്ഥിതിക്ക് എനിക്ക് ആ ഫ്രാഞ്ചൈസി ബിസിനസ് തുടങ്ങാനുള്ള കാശ് കൊടുത്താ മാമ. എന്തുവാ മരുമോളെ സഹായിക്കെങ്കിൽ മരുമോനെ സഹായിച്ചൂടെ? ചേച്ചിയെ പോലെ അല്ല ഞാൻ. നിനക്കെന്ത് കുമ്പുണ്ടോ? ആ കൊമ്പൊന്നുമില്ല, പക്ഷെ ഞാൻ അപ്പച്ചിയുടെ ആങ്ങളുടെ മോനും കൂടാണ്. പറഞ്ഞു കൂടാ അപ്പച്ചി കൊണ്ട്. നിങ്ങള് ആശയ്ക്ക് പൈസ കൊടുത്താൽ ഇവനും കൊടുത്തേ പറ്റത്തുള്ളൂ. അയ്യടാ, അത് നടക്കൊന്നുമില്ല. ആ അളിയാ അളിയാ, ചേച്ചിക്ക് മീൻ പിടിച്ച് വിൽക്കാനുള്ള അനുവാദം കൊടുത്ത സ്ഥിതിക്ക് എനിക്ക് ആ ബിസിനസ് തുടങ്ങാനുള്ള കാശും കൂടെ തരണ്ടേ അളിയാ? കൊടുക്കണമെങ്കിൽ രണ്ടുപേർക്കും കൊടുക്കണോ വെച്ചാ? ഇല്ലെങ്കിൽ കൊടുക്കരുത്. ആശയുടെ പൈസ ഞാൻ കൊടുത്തോളാം, അല്ലെങ്കിൽ എൻ്റെ പ്ലാൻ നടക്കൂല വെച്ചാ. എടേ, ആശയ്ക്ക് ഞാൻ കൊടുക്കാന്ന് വാക്ക് കൊടുത്തു പോയി. തന്നെയല്ല, ഞാനിവിടെ ഒരുത്തനെ സഹായിക്കാത്ത ഒരാളാണെന്നാണ് ഇവിടെ എല്ലാവരുടെയും പറച്ചില്. അത് മാറി കിട്ടിയല്ലോ. അങ്ങനെ ഒരു വിചാരം ഞങ്ങൾക്ക് ഇല്ലച്ചാ. ഉണ്ട് അളിയൻ, അങ്ങനെ ഒരു വിചാരം ഉണ്ട് മാമ. എന്നെ സഹായിച്ച അതങ്ങ് ആ വിചാരം ഇല്ലാതാക്കും മാമ. ഓടെ അവിടെ നിന്ന് അച്ഛാ, അച്ഛാ താങ്ക് യു സോ മച്ച് അച്ഛാ. ഇത് ഞാൻ ജീവിതത്തിൽ മറക്കത്തില്ല ഈ ഉപകാരം. മര്യാദക്ക് നിങ്ങൾ അവനും കൂടെ പൈസ കൊടുത്തില്ലെങ്കിൽ ഇവിടെ വലിയ പ്രശ്നമാവും. ഞാൻ പിന്നെ പ്രശ്നമാവട്ടെടി. എൻ്റെ പൈസ ഞാൻ തരാം. നീ മീൻ വിറ്റാൽ ശരിയാവില്ല, പറയണ കേട്ടോ. അതിന് നിന്ന അച്ഛൻ ഇവന് പൈസ കൊടുക്കേണ്ടി വരും, അതുകൊണ്ടാണ് പറഞ്ഞത്. അളിയൻ എന്തല്ലയ്യാ? എന്താടാ നിനക്ക്? എന്ത് നിനക്കെന്ത്? ഞാൻ രക്ഷപ്പെടുന്നത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നില്ല. അച്ഛാ അച്ഛാ അച്ഛാ, ഇവരങ്ങനെ പലതും പറയാം. അച്ഛനൊന്നും കേട്ടിട്ട് മനസ്സ് മാറ്റരുത്. അളിയാ ചുമ്മാ പോളിയാ മാമ, എനിക്ക് പൈസ താ മാമ. ഒന്ന് നിർത്തണേ. ഇവിടെ ഒരുത്തരം പൈസ ഇല്ല, ഒരു മാങ്ങയില്ല, ഒരു തേങ്ങയില്ല. ഒക്കെയാണോ അവിടെ? കൊച്ച എൻ്റെ അടുത്തൊന്നും പറഞ്ഞില്ല, എനിക്കൊക്കെ ഭ്രാന്ത് പിടിച്ചിരിക്കുകയാണ്. സമാധാനം അവിടെ നിനക്ക്? ചേച്ചിക്ക് സമാധാനായ? കൊച്ചേ, നിന്റെ പൈസ ഞാൻ തരും, റിലാക്സ്. അപ്പൊ എന്റെതാ? റിലാക്സ്. നിനക്കുള്ളത് ഞാൻ തരാം. തരൂ, തരാം. എടാ മോനെ, ജപ്തി എന്ന് പറഞ്ഞ വാക്കേ കൊച്ചു പിള്ളേർ അറിയേണ്ട കാര്യമൊന്നുമില്ലടാ. മോ അതോർത്ത് ടെൻഷൻ അടിക്കുന്നു വേണ്ട കേട്ടോ. വേറെ പണിയൊന്നും ഇല്ലല്ലേ? നീ മിണ്ടരുത്. നിന്റെ ഒരു ജാതി നെഗറ്റീവ് കണ്ടപ്പോഴേ തോന്നി അച്ഛൻ മീമിക്കാൻ നമ്മിക്കലും. എനിക്കും എന്തോ ശമ്പുച്ചേട്ടാ, കഷ്ടം തന്നെ. എനിക്ക് അറിയാൻ വയ്യാത്തോണ്ട് ചോദിക്കാം, നിങ്ങൾ കുടുംബത്തോടെ കരുന്നാക്കാന്നോ? ഞാൻ പറഞ്ഞിട്ടൊന്നുമല്ല. മാമ ചെന്ന അപ്പൂപ്പൻ്റെ അടുത്ത് എന്തോ പറഞ്ഞു, അപ്പോഴാണ് അപ്പൂപ്പന് ദേഷ്യം വന്നത്. അത്ര എനിക്കറിയാമോ? അളിയനുള്ള പണി ഞാൻ വേറെ വെച്ചിട്ടുണ്ട്. എന്റെ അച്ഛനെ തരാൻ ഞാൻ താമസിച്ചില്ല. ഓ, ഇയാളിവിടെ ഇരിപ്പുണ്ടായിരുന്നില്ലേ? എന്റെ ദൈവമേ, അടിക്കൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല. വെച്ചിട്ടുണ്ടെന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞാൽ അടിവൊന്നും അല്ലല്ലേ, അടിക്കൊന്നും തന്നെ അപ്പച്ചി. എന്തിനാണ് നീ ശിവേട്ടനെ അടിക്കുമെന്ന് പറഞ്ഞ? ശിവേട്ടൻ എന്തോ ചെയ്തു? എന്തോന്ന് ചെയ്യുന്നോ? അങ്ങനെ ഫ്രാഞ്ചൈസി തുടങ്ങാൻ വേറെ സമയമൊന്നും കണ്ടില്ലേ? എന്താ ഈ സമയത്തിനൊരു കുഴപ്പം? എടി, അങ്ങനെ ഫ്രാഞ്ചൈസി തുടങ്ങാൻ അച്ഛൻ്റെ അടുത്ത് പൈസ വെച്ചോണ്ടില്ലേ ഈ ചേട്ടത്തേക്ക് മീൻ കിട്ടാതായത്? ഓ, എന്നും പറഞ്ഞ് നീ ശിവേട്ടനെ അങ്ങ് അടിക്കുമെന്ന് പറയോ? എന്റെ ഉറക്കം ഞാൻ അടിക്കൊന്നും പറഞ്ഞിട്ടില്ല. നീ വേണേ പിള്ളേരെ വെച്ച് നോക്ക്. മോളെ ആ ഞാൻ അടിക്കുന്ന അങ്ങനെ പറഞ്ഞോടി. അങ്ങനെ പറഞ്ഞില്ല, പക്ഷെ അടിക്കും എന്നുള്ള ഭാവത്തിലാണ് വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞത്. ആരൊക്കെ കൈകാലം വെച്ച കൊച്ചാന്നടി നീ? ഞാൻ ഉള്ളോ പറഞ്ഞു. നിനക്ക് ഞാൻ ശരിയാക്കി തരാം. നീ വെറുതെ പിള്ളേരുടെ മെക്കിട്ട് കയറാൻ നിൽക്കണ്ട. അവൻ ശിവേട്ടനെ അടിക്കും പോലും. ശിവേട്ടന്റെ രോമത്തെ നീ തൊടത്തില്ല. അങ്ങനെ രോമത്തിൽ തൊട്ടിട്ട് എനിക്ക് എന്തോന്ന് കിട്ടാൻ? അങ്ങനെ മയിലൊന്നും അല്ലല്ലേ? നീ പറയുന്നത് എന്താന്ന് നിനക്ക് വല്ല ബോധമുണ്ടോ? നിനക്ക് എന്താ പ്രശ്നം? എന്താ നിന്റെ? ഈ കുറെ നേരമായിട്ട് ചോറ് നിനക്ക് എന്തോ? നിനക്ക് എന്നെ അടിക്കാനെങ്ങാനും വന്നാലോ? ഒന്ന് പറഞ്ഞ രണ്ടാമത് നിനക്ക് കൈ കയറ്റി അറിയാത്തുള്ളൂ. പേടിയുള്ളൂ. എന്താ ഞാൻ എന്ത് തെറ്റാശ നിന്റെ അടുത്ത് ചെയ്തേ? നീ എന്തിനാ എന്നോട് ശത്രുക്കളോട് പെരുമാറുന്ന പോലെ പെരുമാറുന്ന? അമ്മ ഇത്രയും സംഭവങ്ങൾ നടന്നിട്ട് എന്നെ സപ്പോർട്ട് ചെയ്ത് ഒരു വാക്ക് പറഞ്ഞോ? ഞാൻ നിനക്കെതിരായിട്ട് എന്തെങ്കിലും പറഞ്ഞോ? ഇല്ലല്ലോ. ആ ശിവനും കൂടി ഇച്ചിരി പൈസ കൊടുക്കണം എന്നല്ലേ പറഞ്ഞുള്ളൂ. അന്നേരത്തെ നിങ്ങളുടെ അച്ഛൻ കയറി എല്ലാം മൊത്തത്തിൽ ക്യാൻസൽ ചെയ്ത് ഒഴിവാക്കുമെന്ന് ഞാൻ അറിഞ്ഞോ? അല്ല, ആ ശിവൻ ഇപ്പോൾ ബിസിനസ് തുടങ്ങണ്ട എന്താ അത്ര അത്യാവശ്യം? ഇത്രയും നാൾ ഈ വീട്ടിൽ ചൊറി കുത്തിയിരുന്നപ്പോൾ അവനൊന്നും ചെയ്യണ്ടായിരുന്നു. കറക്റ്റ് എൻ്റെ വീട് ജപ്തി ആകാൻ പോകുന്നു, ഒട്ടനെ അവന് ബിസിനസ് ഐഡിയ. നീ ഇനി അവനെ കയറി കുറ്റം പറയാനൊന്നും നിൽക്കണ്ട. അങ്ങനെയാണെങ്കിൽ നിന്റെ ചേട്ടനെയും അച്ഛനെയും വേറെ പലരെയും കുറ്റം പറയേണ്ടി വരും.
അത് പറയാനാണോ ഇപ്പൊ ഇങ്ങോട്ട് വന്നേ? അല്ലടി ആശ, ഞാൻ നിന്നെ സമാധാനിപ്പിക്കാൻ വന്ന, നീ സമാധാനപ്പെട്. വീടിന്റെ ജപ്തി ഒന്നും നടക്കത്തില്ല. അതിന് മുന്നേ ഉത്തമൻ പൈസയൊക്കെ ശരിയാക്കി തരുന്നേ. ആ കാര്യത്തിൽ എനിക്ക് വലിയ പ്രതീക്ഷയില്ല. എന്താണ് പ്രതീക്ഷ ഇല്ലാത്തത്? ഓ, നീ അവിടെ വീട് ജപ്തി ആവുന്നതിന് മുന്നേ അവൾക്ക് പൈസ കൊടുക്കും എന്നൊക്കെ വലിയ പ്രതീക്ഷയില്ലെന്ന്. ഇനിയിപ്പോൾ എന്തോന്ന് ചെയ്യും? നിനക്ക് എന്താണ് എന്നെ വിശ്വാസമില്ലാത്തത്? സംഭവം വളരെ നിസ്സാരപ്പെട്ട ഒരു കാര്യത്തിനാണ് നീ എന്നെ ഡിവോഴ്സ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുങ്ങിയതെങ്കിലും എൻ്റെ മനസ്സിലൊന്നും ഞാൻ വച്ചിട്ടില്ല. നിൻ്റെ വീട് ഞാൻ തിരിച്ചു പിടിച്ചു തരും. അതിൻ്റെ ഔദാര്യമായിട്ട് കാണണമെന്ന് ഞാൻ പറയില്ല, പക്ഷേ അതിൻ്റെ നന്ദി സ്നേഹവും നിൻ്റെ മനസ്സിലുണ്ടാവുമെന്ന് ഞാൻ പ്രതീക്ഷിക്കും. ഈ പ്രസംഗം നിർത്തിയിട്ട് പൈസ എപ്പോൾ തരും എന്ന് പറയാൻ പറ്റുമോ? പൈസ ഉടനെ തരും, നാളെ തരും. നീ റിലാക്സ് ചെയ്യും. ഞാൻ പറഞ്ഞില്ലേ. എന്ത് ചേട്ടൻ എന്തെന്ന് ഇവിടെ കാര്യം? പോ. പൈസ കൊടുക്കണ കാര്യം സംസാരിക്കാൻ വേണ്ടി വന്ന്. നിനക്കെന്താടാ? എന്നാ ശരി, എന്ന് കൊടുക്കുമെന്ന് പറ പൈസ. അത് നിങ്ങളുടെ പെരുമാറ്റം പോലെ ഇരിക്കും. നന്നായിട്ട് പെരുമാറിയാൽ നാളെ തരും, ഇല്ലെങ്കിൽ ഇങ്ങനെ നീണ്ടു പോകും. ചേട്ടൻ എന്തൊരു സ്വഭാവം ചേട്ടൻ്റെ. എന്താടാ നിനക്ക്? നന്നായിട്ട് പെരുമാറാൻ നിനക്ക് പറ്റൂലേ? നന്നായിട്ട് പെരുമാറിയാൽ നാളെ തന്നെ പൈസ കിട്ടുമെന്നാണ് പറഞ്ഞത്. അതെ, എനിക്ക് നിങ്ങളുടെ പൈസ വേണ്ട. തന്നെത്താൻ പൈസ ഉണ്ടാക്കാൻ പറ്റുമെന്ന് ഞാൻ നോക്കട്ടെ. വാടാ സുമേഷേ. അത് തന്നെ ആടതി നല്ലത്. വെറുതെ എന്തിനീ കഴുതക്കാലം പിടിക്കുന്നത്? ഡേ, പൈസ നാളെ തന്നെ കൊടുക്കുമെന്നല്ലേ പറഞ്ഞേ, പിന്നെന്താടാ? എന്താണ്? എന്ത് പൈസ കൊടുക്കൂ? എവിടെ കൊടുക്കും? എനിക്ക് നിങ്ങളുടെ ഈ ഷോ കണ്ടോണ്ട് നിൽക്കാൻ ഒരു താല്പര്യമില്ല. വാടാ സുമേഷേ, പൈസ എങ്ങനെ ഉണ്ടാക്കണമെന്ന് എനിക്കറിയാം. ആശ, നീ ഇപ്പൊ എവിടുന്നാണോ ഇത്രയും പൈസ ഒപ്പിക്കാൻ പോണേ? അത് നീ എൻ്റെ അടുത്ത് ചോദിച്ചാൽ എനിക്കെങ്ങനെ അറിയാൻ പറ്റും? എൻ്റെ പൊന്നമ്മ. പൊന്നമ്മേ? പൊന്നമ്മയല്ല, വെറും അമ്മ. അമ്മയോട് ഞാൻ ചോദിച്ചതല്ല, ഞാനൊരു ആത്മകഥം പറഞ്ഞെന്നേ ഉള്ളൂ. നിൻ്റെ അടുത്ത് പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് എൻ്റെ അടുത്ത് വന്നിരുന്ന് ആത്മകഥം പറയരുതെന്ന്. അയ്യോ, ഇനി ആവർത്തിക്കത്തില്ലേ? ഒരു പ്രാവശ്യം കൂടെ അമ്മ ഒന്ന് ക്ഷമിക്കേ. എൻ്റെ പൊന്നോ. എന്തായാലും ഇഷ്ടപ്പെട്ടില്ലേ? എൻ്റെ അമ്മ എന്തിനാ വെറുതെ പ്രശ്നം ഉണ്ടാക്കാൻ വരുന്നത് എൻ്റെ അടുത്ത്? എന്ത് പ്രശ്നം അമ്മ? എടി, നിന്റെ അച്ഛമ്മ ഒരു കാര്യമില്ലാതെ എൻ്റെ അടുത്ത് ചൂടാവുന്നു. ഒരു കാര്യമില്ലാതെ ആരെങ്കിലും ചൂടാവൂ? അങ്ങനെ ചോദ്യം മോളെ അങ്ങോട്ട്. എൻ്റെ പൊന്നു പിങ്കി, ഞാൻ ഒരു ആത്മകഥം പറഞ്ഞു പോയി. അതാ ഞാൻ ചെയ്ത വലിയ തെറ്റ്. എന്തു അച്ഛമ്മ, ഒരു ആത്മകഥം പറഞ്ഞതിനൊക്കെ ഇങ്ങനെ ചൂടാകണോ? എനിക്ക് ഇഷ്ടമുള്ളവൻ ചൂടാവും. നീ ആരാ ചോദിക്കാൻ? ഞാനൊന്നും ചോദിച്ചില്ല. അച്ഛമ്മ ചൂടായിക്കോ, ഇഷ്ടം പോലെ ചൂടായിക്കോ. ഞാൻ അത് പറയാനല്ല വന്നേ. ഞാൻ അമ്മേനോടൊരു കാര്യം പറയാനായിരുന്നു വന്നേ. അമ്മേ, എന്തോ അടി? അതെ, ശിവേട്ടൻ ഒരു പുതിയ ബിസിനസ് തുടങ്ങാൻ പോകുന്നെന്ന് പറഞ്ഞ് ഈ വീട്ടിലുള്ള എല്ലാവരും കൂടെ ശിവേട്ടനെ തളർത്തിക്കൊണ്ടിരിക്കുക. അത് അമ്മ വിലക്കണം. എടി, അതോർത്ത് നീ വിഷമിക്കണ്ട. ഞാൻ അവളെ പറഞ്ഞു വിലക്കിയിട്ടുണ്ട്. അവളാ? ഏതവള്? ആശ അല്ലാണ്ട് പിന്നെ ആരാ? ഓ, അപ്പൊ നാത്തും പറഞ്ഞോ? ഞാൻ സുമയുടെ കാര്യം പറയാനാ വന്നേ. പലർക്കും ഇഷ്ടപ്പെട്ടില്ല ശിവനിപ്പം ബിസിനസ് ചെയ്യാൻ തുടങ്ങിയത്. ആണോ? ആ. അപ്പൊ വേറെ ആരൊക്കെയോ പറഞ്ഞിട്ടുണ്ട്. ആരാ പറഞ്ഞ അച്ഛമ്മ? ഓ, ഞാനിനി അത് പറഞ്ഞിട്ട് ഇവിടെ ഒരു കലഹം വേണ്ട. ശരി അച്ഛമ്മ. എന്തായാലും അമ്മേ, ഞാൻ പറഞ്ഞിട്ടാ ശിവേട്ടൻ ഈ ബിസിനസ് പരിപാടി എന്ന് പറഞ്ഞ് ഇപ്പൊ ഇറങ്ങിയത്. ഇപ്പൊ എല്ലാരും കൂടെ തളർത്തി കഴിഞ്ഞാലുണ്ടല്ലോ, ജന്മത്ത് ശിവേട്ടൻ പുതിയൊരു സംരംഭത്തിന് മുതിരത്തില്ല. എടി, ഈ വീട്ടിൽ ഇനി ആരും അവനെ നിരുത്സാഹപ്പെടുത്തത്തില്ല. അതുപോലെ ഉറപ്പാണോ? ആ, അത് മതി. അയ്യോ അമ്മ, പിന്നെ വേറൊരു കാര്യം കൂടെ പറയാൻ വന്നായിരുന്നു, മറന്നുപോയി. അമ്മ വിചാരിച്ചല്ലേ ശിവേട്ടന് കുറച്ച് പൈസ ഒപ്പിച്ചു കൊടുക്കാൻ പറ്റുമോ? എണിച്ച് പൊക്കണം കേട്ടോ പെണ്ണ. ഇവിടുന്ന ദേഷ്യപ്പെടുന്ന എന്തിനാ? ചോദിച്ചെന്നല്ലേ ഉള്ളൂ. അച്ഛമ്മ വിചാരിച്ച ഒപ്പിച്ചു കൊടുക്കാൻ പറ്റുമോ? ഇല്ലല്ലേ? കൂൾ അച്ഛമ്മ, കൂൾ കൂൾ. നോ കമൻസ്. നോ കമൻസ് എന്ന് എനിക്കൊന്നും പറയാനില്ല. അത് ഞാൻ ചോദിച്ചില്ലല്ലോ. കാള കാല് പൊക്കുന്ന കണ്ടാൽ നമുക്ക് അറിഞ്ഞൂടെ എന്തോത്തിനാന്ന്? കാലല്ലടാ, വാല്. ഒരു ചേട്ടന് വാലൊന്നും ഇല്ലല്ലേ? നീ എന്തോന്നൊക്കെയാടാ ഈ പറയണേ? ഞാൻ പറയുന്നത് മനസ്സിലാവുന്നേ, പിന്നെ എന്തിനു ഇവിടെ നിൽക്കുന്നേ? പോയി തരത്തി കളിപ്പോ. എന്തോന്നാണ് പ്ലാൻ? പ്ലാൻ എന്താണ്? പൈസ ഉണ്ടാകെ? അത് ചേട്ടൻ അറിയേണ്ട യാതൊരു കാര്യമില്ല. അതുകൊണ്ടാണ് ഞാൻ ആദ്യമേ പറഞ്ഞത് നോ കമൻസ് എന്ന്. അത് ശരി. നിനക്കറിയാലോ, നീ പറ, ഞാൻ കൂടെ ഒന്ന് അറിയട്ടെ. ചേട്ടനും കൂടെ അറിയണ്ട. ആ പാവത്തിൻ്റെ ആപത്ത് വന്നപ്പോഴേ ഒരു സപ്പോർട്ടും കൊടുക്കാതെ നിന്ന ആളെ നിങ്ങൾ. എടാ, ജപ്തി കഴിഞ്ഞിട്ടില്ലല്ലോ. ഞാൻ പൈസ നാളെ തന്നെ കൊടുക്കാൻ വേണ്ടി ഇരുന്നേ. പിന്നെ അതിൻ്റെ ഇടയിൽ എന്ത് പറഞ്ഞേ? പെരുമാറ്റം നല്ലതല്ലെങ്കിൽ നാളെ, അല്ലെങ്കിൽ നീളും, അങ്ങനെയൊക്കെ പറയേണ്ട ആവശ്യം എന്തുവാ? അത് ഞാൻ ചെറുതായിട്ട് ഷോ കാണിച്ചു തന്നെ. പൈസ ഞാൻ നാളെ കൊടുക്കും. അതിന് പറഞ്ഞിട്ട് യാതൊരു കാര്യമില്ല. കൊടുക്കണ്ടേ? വേണ്ട, കൊടുക്കണ്ടേ? ചേട്ടാ, എന്തായാലും നാത്തു ചേട്ടൻ്റെ പൈസ വാങ്ങിക്കത്തില്ല എന്നുള്ള കാര്യത്തിൽ തീരുമാനമായില്ലേ? അപ്പൊ പിന്നെ ചേട്ടൻ ആ പൈസ ശിവേട്ടന് ബിസിനസ് ചെയ്യാൻ കൊടുക്കോ? മതിയാ? എന്തോ ചേട്ടാ, പാവല്ലേ ചേട്ടാ, രക്ഷപ്പെട്ടു പോകട്ടെ. അങ്ങനെ ഇപ്പൊ എന്റെ പൈസ കൊണ്ട് പോകാൻ രക്ഷപ്പെടണ്ട. ഞാൻ എവിടെ രക്ഷപ്പെട്ടിട്ടില്ല. എടി, ഉറക്കം മര്യാദക്ക് ജോലി ചെയ്തിരുന്നു നിനക്ക് ഇപ്പോൾ ഡ്യൂട്ടിക്ക് ഇരുന്നൂടായിരുന്നോ? എനിക്കോ? ശിവേട്ടനാണോ? അങ്ങേർക്കോ? എന്താന്ന് പോലും അറിയത്തില്ല. പിന്നെ കയറി അങ്ങ് ആവശ്യമില്ലാത്തടത്തും എല്ലാം പറയാൻ ഞാൻ പറയും. എനിക്ക് മുന്നും നോക്കേണ്ട കാര്യമൊന്നുമില്ല. എനിക്ക് മനസ്സിൽ തോന്നുന്ന കാര്യമല്ല ഞാൻ വിളിച്ചു പറയും. നീ വായി തോന്നി പറഞ്ഞു പോയിരുന്നോ? നമ്മുടെ പ്ലാൻ കിട്ടി. എന്താണ്?
അമ്മ ഒരു തട്ടുകട തുടങ്ങാൻ പോവാ. ഏതോ ഫോണിൽ പറയുന്നത് കേട്ടതാ. തട്ടുകട തുടങ്ങാൻ പോണ 30,000 രൂപയ്ക്കാ? അപ്പോഴത്തേക്ക് ജപ്തി കഴിയൂലേ? അങ്ങനെയൊന്നും അല്ല, ഞങ്ങൾ കന്യാ ചേച്ചിരുന്ന് പൈസ കടം മേടിക്കും. എന്നിട്ട് ആ കടം വീട്ടാൻ വേണ്ടി ഞങ്ങൾ തട്ടുകട തുടങ്ങും. ചേട്ടൻ നോക്കിയോ, ഞാൻ ചേട്ടത്തിലൂടെ കട്ടയ്ക്ക് നിൽക്കും. ജസ്റ്റ് വെയിറ്റ് ആൻഡ് സീ.